നമസ്കാരം, മണി ന്യൂസിലേക്ക് സ്വാഗതം. ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ ഐ രഹസ്യം വർഷങ്ങളായി ടെക് ലോകത്ത് ഒരു കൗതുകമാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഐയുടെ പിന്നിലെ കഥയും രഹസ്യവും ചുരുളഴിക്കാൻ പോവുകയാണ്. ഈ കഥ തുടങ്ങുന്നത് 1998 നിന്നാണ്. ആപ്പിൾ തങ്ങളുടെ വിപ്ലവകരമായ ഐമാക് പുറത്തിറക്കിയ വർഷം. അന്നാണ് ആദ്യമായി ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ പേരിന് മുന്നിൽ ഐ പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് ഐമാക് അവതരിപ്പിച്ചുകൊണ്ട് സ്റ്റീവ് ജോബ്സ് തന്നെ ഈ ഐയുടെ രഹസ്യം ലോകത്തോട് വെളിപ്പെടുത്തി. ഐമാക് എന്ന പേര് വെറും ഒരു പേരല്ല, അതിന് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട് എന്ന് ജോബ്സ് പറഞ്ഞു. അതെ, വെറും ഒരു ഒറ്റ അക്ഷരം, പക്ഷേ അതിന് 5 വ്യത്യസ്തമായ അർത്ഥങ്ങൾ. സ്റ്റീവ് ജോബ്സ് പറഞ്ഞ ആ 5 ഐകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്റർനെറ്റ്. അന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് സാധാരണക്കാരിലേക്ക് എത്തിത്തുടങ്ങുന്ന സമയം. ഐമാക് ഇന്റർനെറ്റ് ഉപയോഗം ലളിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഐ എന്ന് ഇന്റർനെറ്റിനെ സൂചിപ്പിക്കുന്നു. ഇൻഡിവിജ്വൽ. ഐമാക് വ്യക്തിഗത ഉപയോഗത്തിന് പ്രാധാന്യം നൽകി ഇറക്കിയ കമ്പ്യൂട്ടറാണ്. ഓരോ വ്യക്തിക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ഉൽപ്പന്നം എന്നതിനെ ഐ സൂചിപ്പിക്കുന്നു. ഇൻസ്ട്രക്ട്. ഐമാക് ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും കമ്പ്യൂട്ടർ ഉപയോഗം പഠിക്കാൻ സഹായിക്കുന്നതുമാണ്. അതുകൊണ്ട് ഐ എന്ന അക്ഷരം പഠിപ്പിക്കുക എന്ന അർത്ഥം നൽകുന്നു. ഇൻഫോം. ഐമാക് വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും കൈമാറാനും സഹായിക്കുന്നു. വിവര സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം ഐ എടുത്തു കാണിക്കുന്നു. ഇൻസ്പയർ. ഐമാക് രൂപകൽപ്പനയിലും സാങ്കേതിക വിദ്യയിലും ഒരു പ്രചോദനമായിരുന്നു. പുതിയ ചിന്തകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും ഐ പ്രചോദനമാകുന്നു. തുടർന്ന് വന്ന ഐഫോൺ, ഐപോഡ്, ഐപാഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളിലും ആപ്പിൾ ഈ ഐ പിന്തുടർന്നു. പക്ഷേ പിന്നീട് ആപ്പിൾ വാച്ച്, ആപ്പിൾ TV എന്നിങ്ങനെ ഐ ഇല്ലാത്ത പേരുകളും വന്നു. എന്തുകൊണ്ടായിരിക്കും ഈ മാറ്റം? കാലം മാറിയപ്പോൾ ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ ശ്രേണി വിപുലമായി, ബ്രാൻഡ് കൂടുതൽ ശക്തമായി. ഇപ്പോൾ ആപ്പിൾ ഒരു വലിയ ബ്രാൻഡായി വളർന്നു കഴിഞ്ഞു. എങ്കിലും ഐ ഇന്നും ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ ഒരു സിഗ്നേച്ചറായി നിലനിൽക്കുന്നു. അങ്ങനെ ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ പേരിലെ ഐ വെറുമൊരു അക്ഷരമല്ല, മറിച്ച് ആപ്പിളിന്റെ ചരിത്രവും ദർശനവും ഒളിപ്പിച്ചു വെച്ച ഒരു രഹസ്യമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.